നോട്ട് പ്രതിസന്ധിക്കിടയിലും നിരവധി കാര്യങ്ങളിൽ ഊന്നിയുള്ള സ്പർശിച്ചുകൊണ്ടുള്ള ഒരു ബജറ്റ് അവതരണമാണ് നടന്നത്. പ്രത്യേകിച്ച് ജനക്ഷേമപരമായ ഒരുപാട് കാര്യങ്ങൾ ബജറ്റിൽ ഉണ്ട്. ഇത്തരം കാര്യങ്ങളിലൂടെയൊക്കെ കാര്യങ്ങൾ നിരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടുള്ള ഒരു ബജറ്റ് കൂടിയാണ് ഇതെന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. ഒപ്പം തന്നെ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ് സംസ്ഥാനവും നിൽക്കുന്നത്. ദേശീയ തലത്തിൽ നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടായിട്ടുള്ളൊരു പശ്ചാത്തലത്തിൽ കൂടി എങ്ങനെയായിരിക്കും ബജറ്റ് ഒരു തയ്യാറെടുപ്പ് കൂടി ആകേണ്ടതുണ്ട്. അങ്ങനെ കൂടി ബജറ്റ് ആയിട്ടുണ്ടോ എന്നതൊക്കെയാണ് പരിശോധിക്കപ്പെടുന്നൊരു സമയമാണ് ഇപ്പോൾ. ഏതായാലും നമ്മളോടൊപ്പം അതിഥികൾ ചേരുന്നുണ്ട്. ആദ്യം ശ്രീ എം നൌഷാദ് MLA അദ്ദേഹത്തിലേക്ക് പോവുകയാണ്. എങ്ങനെയാണ്, പ്രത്യേകിച്ച് സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കറിയാം ദേശീയ തലത്തിൽ ഇപ്പോൾ പൊതുവിൽ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട് അത് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിരിക്കുന്ന വലിയൊരു പ്രതിസന്ധിയുണ്ട്. അതിനെ മറികടക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ സാമ്പത്തിക നില ഭദ്രമാക്കേണ്ട വലിയൊരു മുന്നൊരുക്കത്തിന്റെ ഒരു തുടക്കവും കൂടിയാകണം ഈ ബജറ്റ്. ഈ രണ്ട് കാര്യങ്ങൾ കൂടി തുലനം ചെയ്തപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഈ ബജറ്റിൽ സംഭവിച്ചിട്ടുള്ളത്? ഈ ബഡ്ജറ്റ് ഈ നോട്ട് നിരോധനത്തിന്റെ പശ്ചാത്തലത്തിൽ വളരെ കൃത്യമായി അതിനെ പ്രതിരോധിക്കണം എന്നുണ്ടെങ്കിൽ, ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ താഴേക്കിടയിൽ വരെ ജനങ്ങളുടെ കൈകളിലേക്ക് സമ്പത്ത് എത്തണം. അപ്പോൾ അത് ദീർഘവീക്ഷണത്തോടെ അത് കണ്ടുകൊണ്ട് എല്ലാ മേഖലയിലേക്കും കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെ കൈകളിലേക്കും സമ്പത്ത് എത്തിച്ചേരുന്ന തരത്തിലുള്ള ക്രമീകരിച്ചുകൊണ്ടൊരു ബഡ്ജറ്റ് പ്രസംഗമാണ് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി നടത്തിയിട്ടുള്ളത്. മാത്രമല്ല എല്ലാ മേഖലയിലേക്കും കടന്നു ചെന്നു എന്നുള്ളതാണ് ഇന്ന് വരെ ആർക്കും അവഗണിക്കപ്പെട്ടിരുന്ന ഏറ്റവും പ്രധാനം. ഒരു ബഡ്ജറ്റിലെ പദ്ധതി വിഹിതത്തിൽ ജനസംഖ്യാനുപാതികമായി അനുവദിക്കേണ്ടതിൻ്റെ അധികം തുക കേരളത്തിൻ്റെ ബഡ്ജറ്റ് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് പട്ടികജാതി വിഭാഗക്കാർക്ക് അനുവദിച്ചു എന്നുള്ളതാണ്. ആ മേഖലയ്ക്കായി മാറ്റിവെച്ചു എന്നുള്ളതാണ്. 3353 കോടി രൂപയാണ് ആ മേഖലയിലേക്കായി മാറ്റിവെച്ചത്. അപ്പോൾ ആ 3300 കോടി രൂപ അതിനായി മാറ്റിവെക്കുക. പിന്നെ മലയോര ഹൈവേ, അതൊരു പുതിയ പ്രഖ്യാപനമാണ്. തീരദേശ ഹൈവേ, പിന്നെ സാധാരണക്കാരൻ്റെ പെൻഷൻ തുകകൾ വർദ്ധിപ്പിക്കുക, എല്ലാം 1100 കോടി രൂപയാക്കി. അതുപോലെ പ്രവാസി പെൻഷൻ 500 രൂപയിൽ നിന്ന് നേരെ 2000 രൂപയാക്കി അത് വർദ്ധിപ്പിച്ചു. പിന്നെ ഏറ്റവും പ്രധാനം ഭിന്നശേഷി ഉള്ളവർക്ക്, ഭിന്നശേഷിയുള്ളവർക്ക് പാർക്കുകൾ തുടങ്ങുക എന്നുള്ളത് മാത്രമല്ല, അവർക്ക് ജോലിയിൽ സംവരണം ഏർപ്പെടുത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിനോടൊപ്പം തന്നെ ജോലിയിൽ സംവരണം ഏർപ്പെടുത്തി, അതുപോലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ 5% സംവരണം ഏർപ്പെടുത്തി നമ്മുടെ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പഠിക്കുന്നതിന്. അപ്പോൾ അതുപോലെ എല്ലാ മേഖലയെയും തൊട്ടറിഞ്ഞുകൊണ്ട് ഈ സമഗ്രമായ നമ്മുടെ നാടിൻ്റെ വികസനം മുന്നിൽ കണ്ടുകൊണ്ടുള്ള പദ്ധതി തന്നെയാണ് ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇത് വളരെ ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത തരത്തിലുള്ള പദ്ധതിയാണ്. അതുകൊണ്ട് തന്നെയാണ് ബഡ്ജറ്റ് പ്രഖ്യാപനത്തെക്കുറിച്ച് ഇപ്പോൾ ആർക്കും എതിർപ്പില്ല. അത് ചോർന്നു എന്നൊക്കെയുള്ള വാദങ്ങൾ ഉയർത്തിയിട്ടാണ് അതിനെ എതിർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഈ ബഡ്ജറ്റിനെ കുറിച്ച് ആർക്കും തർക്കമില്ല. ആരും ഇതുവരെ എതിരഭിപ്രായം പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ സഭയിൽ പോലും ബജറ്റ് അവതരണത്തിലെങ്ങും വേറൊരു ഭിന്നസ്വരം അവിടെ അതുവരെയും കേട്ടില്ല, വന്നതേയില്ല. ശ്രീ ഷിബു പ്രഭാകർ, ചേംബർ ഓഫ് കൊമേഴ്സ് പ്രതിനിധി, അദ്ദേഹത്തിന് കൂടെ പോവുകയാണ്. എങ്ങനെയാണ് ഈ പ്രത്യേകിച്ച് സംഘടനയുടെ ഭാഗത്തു നിന്ന് എങ്ങനെയാണ് ഈ ഒരു ബജറ്റിനെ കാണുന്നത്? ഡിമോണിറ്റൈസേഷന് ശേഷം ഡിമാൻഡ്, ഇൻവെസ്റ്റ്മെൻറ്റ്, എക്സ്പോർട്ട് എല്ലാം കുറഞ്ഞിരിക്കുകയാണ്. അപ്പം ഈ ബഡ്ജറ്റ് യഥാർത്ഥത്തിൽ കേരള ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി വളരെ നല്ല രീതിയിൽ സ്വാഗതം ചെയ്തിരിക്കുകയാണ്. അതേപോലെ ബഡ്ജറ്റിലുള്ള എല്ലാ കാര്യങ്ങളും അതേപോലെ നടക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഞങ്ങളൊരു മീറ്റിംഗ് കഴിഞ്ഞ് വന്നതേ ഉള്ളൂ, പിന്നെ ബഹുമാനപ്പെട്ട മിനിസ്റ്ററുമായിട്ട് മീറ്റിംഗ് കഴിഞ്ഞ് വന്നേ ഉള്ളൂ. അവിടെ ശ്രീ CP ജോൺ തന്നെ പറഞ്ഞത് ഇത് വളരെ ഹോംവർക്ക് ചെയ്തിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ബഡ്ജറ്റാണ്. അപ്പം അതേപോലെ തന്നെ ഈ പിന്നെ കിഫ്ബി എന്ന് പറയുന്നത് ഒരു നമ്മുടെ രാജ്യത്തിന് പോലും ഒരു റോൾ മോഡലാണ്. കാര്യം അത് വേറെ ഏതെങ്കിലും രാജ്യത്തുള്ളതായിട്ടോ ഒന്നും നമുക്കറിയില്ല. അത് വളരെ മാതൃകാപരമായിട്ട് നടപ്പാക്കണമെന്നും ഞങ്ങൾ ബഹുമാനപ്പെട്ട മിനിസ്റ്ററോട് സജഷൻ കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് ബഡ്ജറ്റിനെ പറ്റി പറയാനുള്ളത്. പൊതുവിൽ പറഞ്ഞാൽ ശ്രീ ബിനേമേട്ടി, എങ്ങനെയാണ് ഇപ്പോൾ ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ
പ്രധാനമായും ജനങ്ങളുടെ വിഷയങ്ങൾ, ജനകീയമായ ഒരു ബജറ്റ് ആവേണ്ടതിൻ്റെ ഒരു പ്രാധാന്യമുണ്ട്. എന്നാൽ സർക്കാരിന് മുന്നിൽ വലിയൊരു കടമ്പ ഉള്ളത് എന്ന് പറയുന്നത് ഈ വലിയ ഒരു പ്രത്യാഘാതം ഇനി വരാനിരിക്കുന്നതും അത് കരകയറാൻ ഒരുപക്ഷെ വലിയ താമസം എടുക്കുന്നതുമായ ഈ നോട്ട് നിരോധനം അടക്കമുള്ള വിഷയങ്ങളാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഇതിൽ കാണുന്നത്? സാമ്പത്തിക മേഖല തകർന്ന് തരിപ്പണമായിട്ടിരിക്കുക. അത് മാത്രമല്ല, ഈ ബഡ്ജറ്റിൽ കരകയറാനുള്ള കുറേ കാര്യങ്ങളും കൂടി ഇതിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ മുഴുവൻ മേഖലയും നോട്ട് പ്രതിസന്ധി അന്ന് മുതൽ വ്യാപാര വ്യവസായ മേഖല തകർന്ന് തരിപ്പണമായി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതോടൊപ്പം തന്നെ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള പുതിയ നയങ്ങൾ, ഗവൺമെൻറ് ആവിഷ്കരിച്ചുള്ള പുതിയ നയങ്ങൾ, അതേപോലെ തന്നെ GDP-യുടെ നമ്മൾ ഈ മാർച്ച് ഏപ്രിൽ 1 മുതൽ നടപ്പാവുമെന്ന് പ്രതീക്ഷിച്ച അത് ജൂണിലേക്ക് മാറി. അതുകൊണ്ട് ബഡ്ജറ്റ് തന്നെ GDP മറ്റേ GST-യുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഡ്ജറ്റ് തന്നെ GST-യുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമുക്ക് ബഡ്ജറ്റിൻ്റെ കൃത്യമായ കണക്കുകൾ കിട്ടുള്ളൂ. അത് കിട്ടാത്തത് കൊണ്ട് ഈ ബഡ്ജറ്റ് 3 മാസത്തേക്ക് നമുക്ക് ഒരു കൃത്യമായ ഒരു രൂപരേഖ നമ്മുടെ മുമ്പിലില്ല എന്നാണ് ധനകാര്യമന്ത്രി തന്നെ പറഞ്ഞത്. ആ കാര്യത്തിൽ ഈ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കേരളം ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആയതുകൊണ്ട് ഇവിടെ വിൽക്കപ്പെടുന്ന മുഴുവൻ ഉൽപ്പന്നങ്ങളുടെയും ആ രീതിയിലുള്ള ടാക്സ് ഏതാണ്ട് 3000 കോടി രൂപയുടെ അധിക വരുമാനം കേരളത്തിന് കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളിപ്പോൾ പുതിയ തരത്തിലുള്ള നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീം കിഡ്ബി കൊണ്ടുവന്ന് ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ലോകത്തിൽ ഒരിക്കലും നടപ്പാക്കാത്ത ഒരു പുതിയ സ്കീം ഇവിടെ കൊണ്ടുവരിക. ബഡ്ജറ്റിനെ മാറ്റി നിർത്തിക്കൊണ്ട് വേറൊരു സമാന്തര ഫണ്ട് റേസ് ചെയ്യുന്ന രീതിയിൽ, അത് ഒട്ടനേകം കോടിക്കണക്കിന് രൂപ ബാങ്കുകളിലും അതേപോലെ ധനകാര്യ സ്ഥാപനങ്ങളിലും കെട്ടിക്കിടക്കുക, അതേപോലെ NRIക്കാരുടെ പണം കെട്ടിക്കിടക്കുക, അതൊക്കെ അവർ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇത് നല്ല ഉപയോഗങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന, അതേപോലെ തന്നെ KFC-യുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ചർച്ച ചെയ്യപ്പെട്ടു. അവിടെ വരുന്ന ഫണ്ടുകളൊക്കെ ഇതിന് ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൻ്റെ വികസനത്തിന് ഇന്ത്യക്ക് മാതൃകയായ ഒന്നായി ഇത് മാറ്റിയെടുക്കാൻ സാധിക്കും എന്നുള്ളത് തർക്കമില്ല. അതേപോലെ തന്നെ നമ്മളെ ഈ വാണിജ്യ നികുതിയുമായി ബന്ധപ്പെട്ട ആംനിസ്റ്റി സ്കീം ഇവിടെ നടപ്പാക്കിയിട്ടുണ്ട്. ഏതാണ്ട് 7000 കോടി രൂപ ഇതിൽ പല അപ്പീലുകളായി കെട്ടിക്കിടക്കാം. 3500 കേസുകളായി ഈ പൈസ കെട്ടിക്കിടക്കുക. ആംനിസ്റ്റി സ്കീം ഏതാണ്ട് ഡിസംബർ 31 അത് നടപ്പാക്കുകയാണെങ്കിൽ ഏതാണ്ട് 1500-നും 1750 കോടി രൂപയ്ക്കുള്ള സംഖ്യ സംസ്ഥാന ഗവൺമെൻറ്റിന് കൃത്യമായി പിരിഞ്ഞു കിട്ടും. വ്യാപാര വ്യവസായ മേഖലയ്ക്ക് അത് വലിയ പ്രതീക്ഷ നൽകുന്ന ഒന്ന്. പലതവണയും ആംനിസ്റ്റി സ്കീം നടപ്പാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ഉദ്യോഗസ്ഥന്മാരുടെയും അതേപോലെ തന്നെ പല ഇടപെടലുകൾ കൊണ്ട് പലപ്പോഴും നടപ്പായിട്ടില്ല. എന്തുകൊണ്ട് ഇത് ഗവൺമെൻറ്റിന് കാണാക്കാശ് പോലെ കിട്ടുന്ന ഒന്നായി മാറും. അതിനെ മുഴുവൻ വ്യാപാര മേഖല വ്യവസായ മേഖലയും അതിന് സഹകരിക്കും എന്നുള്ളതാണ് ആ കാര്യമായി. അപ്പോൾ അതുകൊണ്ട് ഏതാണ്ട് 1750 കോടി രൂപ അതിൽ നിന്ന് മാത്രം 7000 കോടിയിൽ നിന്ന് ഏറ്റവും കുറഞ്ഞ വൺ ടൈം സെറ്റിൽമെൻറ്റ് പ്രകാരം കൂടിയും കുറഞ്ഞിരിക്കും, എന്നാലും ഏറ്റവും കുറഞ്ഞ രീതിയിൽ 1750 കോടി രൂപയെങ്കിലും ഈ ഡിസംബർ 31 ഗവൺമെൻറ്റിന് വരുമാനമായിട്ട് വരും. അതേപോലെ ഗവൺമെൻറ് ഇപ്പോൾ നടപ്പാക്കുന്ന എല്ലാ കാര്യങ്ങളും വ്യാപാര വ്യവസായ മേഖല ഗുണകരമായ കുറേ ഒട്ടനേകം കാര്യം, ടൂറിസം ആയാലും അതേപോലെ എല്ലാ കാര്യങ്ങളിലും ഗവൺമെൻറ് ഈ ബഡ്ജറ്റ് തൊട്ട് ഇടപെട്ട് പോയിട്ട് അവരുടെ സംസ്കാരത്തിനായ എല്ലാ കാര്യങ്ങളിലും ഗവൺമെൻറ് ഇടപെട്ട് പോയിട്ടുണ്ട്. ബഡ്ജറ്റ് വികസനോന്മുഖവും അതേപോലെ തന്നെ വാണിജ്യ വ്യവസായ വികസനത്തിന് ഉതകുന്നതുമാണ് എന്നാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. സാമ്പത്തിക വിദഗ്ധനായ ശ്രീ ശ്യാം പ്രസാദ് കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ശ്യാം പ്രസാദ്, ഒരുപക്ഷെ ഇവിടെ കിഫ്ബിയെ പോലെ ഉപയോഗപ്പെടുത്താനുള്ള ഒരു ശ്രമം നടത്തിയിരിക്കുന്നത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു മറ്റ് സംസ്ഥാനങ്ങൾക്ക് പോലും മാതൃകയാകുന്ന രീതിയിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി അങ്ങോട്ട് വലിയൊരു പ്രതീക്ഷ നൽകുന്നുണ്ട് കിഫ്ബിയുടെ ഒക്കെ തന്നെ ഒരു ഉപയോഗപ്പെടുത്തൽ, അതിൻ്റെ ഒരു സാധ്യതയൊക്കെ. ഓക്കെ, ആക്ച്വലി നമ്മളെ എക്കോണമി ഒരു ക്രോസ് റോഡ്സ് എന്ന് വെച്ചാൽ നമ്മൾ 2 പാരഡൈം ഷിഫ്റ്റിൻ്റെ ഇടയ്ക്ക് കിടക്കുകയാണ്. ഒന്ന് ഡിമോണിറ്റൈസേഷൻ, അതേപോലെ GST നടപ്പിലാക്കാൻ പോകുന്നു. ഈ 2 കൺഫ്യൂഷൻ്റെ ഇടയ്ക്കാണ് ഐസക് ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പം GST എന്ന് പറഞ്ഞൊരു ഭാവിയിൽ വരാൻ പോകുന്നൊരു പ്രോഗ്രാമാണ്. അവിടെ നിന്ന് എത്രത്തോളം റവന്യൂ കിട്ടുമെന്ന് ഇപ്പോഴും കേരള ഗവൺമെൻറ്റിന് അറിയില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് പ്രോഗ്രാം നടപ്പിലാക്കണമെങ്കിൽ we need some extra fund. ഈ എക്സ്ട്രാ ഫണ്ട് മൊബിലൈസ് ചെയ്യാൻ നമ്മളെ ഗിവൺ റവന്യൂ മൊബിലൈസേഷൻ കൊണ്ട് പറ്റില്ല. കാരണം we don't have an uncertainty that എത്രത്തോളം നമുക്ക് കിട്ടുമെന്നറിയില്ല. അപ്പം അങ്ങനെയുള്ള ഘട്ടത്തിൽ കിഫ്ബി എന്ന് പറഞ്ഞൊരു ഒരു പുതിയ ഐഡിയ വെച്ചിട്ട് ഫണ്ട് മൊബിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു എന്ന് ഞാൻ പറയും. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ കിഫ്ബിക്ക് ഒരു സോഷ്യൽ ഓഡിറ്റിങ് ആവശ്യമാണ്.
കൃത്യമായിട്ട് നമ്മൾ എത്രത്തോളം മൊബിലൈസ് ചെയ്യുന്നത് ഒരു അക്കൗണ്ട് വേണം. അല്ലെങ്കിൽ it will be a collapse because ഈ നമ്മളൊരു ഇക്കണോമിക്സ് വിദ്യാർത്ഥികളിലേക്ക് ഇതേപോലൊരു പദ്ധതി ഫിലിപ്പീൻസിൽ 80കളിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. പക്ഷേ ഫിലിപ്പീൻസിൽ എന്ത് പറ്റി? ഒരു ഡെമോക്രാറ്റിക് ഭരണകൂടമല്ല, ഒരു പട്ടാള ഭരണകൂടത്തിൻ്റെ മോഡലായതുകൊണ്ട് അവരെങ്ങനെ ഫണ്ട് ഉപയോഗിച്ചു എന്ന് അവിടെ ഇൻവെസ്റ്റ് ചെയ്താൽ കിടക്കറിയില്ല. അപ്പം കേരളത്തിൽ എന്ത് വേണം? വിനിലെ സോഷ്യൽ ഓഡിറ്റിങ് എന്നാൽ ഈ പദ്ധതി സക്സസ്ഫുൾ ആവുള്ളൂ. ഇവിടെ ശ്രീ നൗഷാദ് എം എൽ എ, ഇവിടെ ഒരു പക്ഷേ നമുക്ക് മുന്നിലുള്ള ബജറ്റുകളുടെയൊക്കെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിന് പിന്നീടുള്ള നടത്തിപ്പ് എന്നതൊരു വലിയ വിഷയമാണ്. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പ്രത്യേകിച്ച് ഇത് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥ തലത്തിൽ ഉണ്ടാകാവുന്ന പല പാളിച്ചകൾ, അങ്ങനെ ഈ ചർച്ചകളുടെയൊക്കെ ത്രോണ് അങ്ങനെ പറഞ്ഞു പോകുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ അത് സർക്കാർ വന്നതിന് ശേഷം ഈ ഉദ്യോഗസ്ഥ തലത്തിൽ കൂടുതൽ ഇടപെടൽ നടത്താൻ അല്ലെങ്കിൽ ഫയലുകളുടെ നീക്കം അതുമായി ബന്ധപ്പെട്ടൊക്കെ ഊർജ്ജം നൽകാനൊക്കെയുള്ള ചില നിർദ്ദേശങ്ങൾ മുഖ്യമന്ത്രി നേരിട്ട് പോലും പല ഇതിൻ്റെയൊക്കെ ഉദ്ഘാടന വേളകളിലോ പല മീറ്റിങ്ങുകളിലോ ഒക്കെ പറയുന്ന ഒരു ഘട്ടമുണ്ടായി. ഒരുപക്ഷെ ഈ ബജറ്റും അതിനൊരു തുടക്കമായിരിക്കുമോ? അതായത് പല കാര്യങ്ങൾക്കും തുടക്കമുണ്ട്, അതുപോലെ ബജറ്റ് പൂർണ്ണമായും നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് കൂടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമോ? അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ടോ? അല്ല, തീർച്ചയായും ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടങ്ങ് പോയാൽ പറ്റില്ലല്ലോ. അത് നടപ്പിലാക്കുക എന്നുള്ളത് പക്ഷെ ഒരു മോണിറ്ററിംഗ്, ഞാൻ ഉദ്ദേശിച്ചത് ഒരു മോണിറ്ററിംഗ്, ഇത്ര കാലം കൂടി ഇരിക്കുമ്പോൾ ഒരു മോണിറ്ററിംഗ് സംവിധാനം. അല്ല, ബഡ്ജറ്റ് എന്ന് പറഞ്ഞപ്പോൾ നമുക്കിപ്പോൾ ഒരു പീരീഡ് ഉണ്ടല്ലോ, ആ പീരീഡിനുള്ളിൽ ഇത് നടപ്പിലാക്കി എടുക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. അതിൽ നമ്മുടെ ഉദ്യോഗസ്ഥർ സ്വാഭാവികമായിട്ടും നമ്മുടെ നിലവിലുള്ള ഭരണ സംവിധാനത്തിൽ നമുക്കൊരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റത്തിൽ ഉദ്യോഗസ്ഥർ ഓരോ സഹകരിച്ച് അത് സ്പീഡിൽ ചെയ്യുക എന്നുള്ളതാണ്. അത് ലക്ഷ്യമാക്കിക്കൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത് ഓരോ ഫയലും ഓരോ ജീവിതങ്ങളാണ്. അപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് ആ തരത്തിൽ ചെയ്യുക എന്നുള്ളത് ഉദ്യോഗസ്ഥരുടെ ചുമതലയിൽപ്പെട്ടതാണ്. അവർ അത് നിർവഹിക്കും. അക്കാര്യത്തിൽ അതിൽ വെറുതെ നമുക്കിപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു തരത്തിലുള്ള ചർച്ചയുണ്ട്. നേരത്തെ ചർച്ചകൾ ചിലർ അതിനകത്ത് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ചർച്ച ഉയർത്തിക്കൊണ്ട് വന്ന് ഈ സർക്കാരിൻ്റെ ഈ പറഞ്ഞ ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുക എന്നുള്ള വളരെ ബോധപൂർവമായ രാഷ്ട്രീയ നീക്കത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അങ്ങനെയുള്ള വാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഉദ്യോഗസ്ഥ തലത്തിൽ അങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നും നിലവിലില്ല. പക്ഷെ അത് നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ മീഡിയയിലും ഇപ്പോൾ ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ച് എല്ലാവരോടും ചോദിക്കുക എന്നുള്ള നമ്മളൊരു ശീലമാണല്ലോ. അപ്പോൾ അതുപോലെ ഉള്ളൂ ഇത്. യഥാർത്ഥത്തിൽ അതൊക്കെ നമ്മുടെ സമൂഹത്തിന് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ നിലനിൽക്കുന്നതെന്നുള്ള യാഥാർത്ഥ്യ ബോധം ഉണ്ടാകണം. ആശയപരമായ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം. ഇപ്പോൾ മറ്റൊരു ചർച്ചയിൽ പങ്കെടുത്തു കഴിഞ്ഞപ്പോൾ ഒറ്റ പ്രഖ്യാപനമേ ഉള്ളൂ. ഇത് ഒരു UDF-ൻ്റെ ഒരു നേതാവ് പങ്കെടുത്തിട്ട് പറഞ്ഞത്, ഞാൻ മറ്റൊരു ചാനലിൽ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ പറഞ്ഞത്, ഈ ബഡ്ജറ്റിനെ കുറിച്ച് ചർച്ചയേ ഇല്ല, കഴിഞ്ഞ ബഡ്ജറ്റിലെ പ്രഖ്യാപനങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്, ഇത് പ്രഖ്യാപിച്ചിട്ട് എന്താ കാര്യമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചത്, അപ്പോൾ പ്രഖ്യാപനങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ, നല്ല പ്രഖ്യാപനങ്ങളാണല്ലോ. അപ്പോൾ ഇത് നല്ല പ്രഖ്യാപനങ്ങളാണ്, ഇതെല്ലാം നടപ്പിലാക്കണം എന്ന ഉറപ്പായും നടപ്പിലാക്കുന്ന കാര്യത്തിൽ ഉറപ്പുണ്ടാകണം എന്നേ അഭിപ്രായമുള്ളെങ്കിൽ ഞാൻ അതിനെ അംഗീകരിക്കുന്നു. അപ്പോൾ അതല്ല, അപ്പോൾ വെറുതെ ധനമന്ത്രി രാജിവെക്കുക, ഇപ്പോൾ ബഡ്ജറ്റ് ചോർന്നു എന്നൊക്കെ ഉള്ളത് 9 മണിക്ക് ബഡ്ജറ്റ് അവതരണം തുടങ്ങി, 10:30 ചോർന്നെന്ന് പറയുന്നതിനകത്ത് വല്ല പ്രസക്തിയുണ്ടോ? ഒരു പ്രസക്തിയുമില്ല. 10:30 ചോർന്നെന്ന് പറയുന്നത്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ അതിനെ ഇങ്ങനെ ശ്രമിക്കുന്നത്, ഇതിൻ്റെ യഥാർത്ഥ ബഡ്ജറ്റ് നിർദ്ദേശങ്ങൾ ജനക്ഷേമകരമായി വന്നിട്ടുള്ള പദ്ധതികളുടെ സന്ദേശം ജനങ്ങളിൽ എത്തിക്കാതിരിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് നടത്തിയിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ ഞാൻ ചോദിച്ചല്ലോ നേരത്തെ, ഭിന്നശേഷിക്കാർ ആദ്യമായിട്ടാണ്, അതുപോലെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർ അല്ലേ, പിന്നെ രോഗം വന്നിട്ടുള്ള മുഴുവൻ പേർക്കും നമ്മൾ കൊളസ്ട്രോള് തുടങ്ങിയിട്ടുള്ള അസുഖങ്ങൾക്ക് വീടുകളിൽ മരുന്നെത്തിക്കുക ചെറിയ കാര്യമാണോ? അപ്പോൾ സാമൂഹ്യമായി ഈ പെൻഷൻ വർദ്ധിപ്പിച്ചത് 1100 രൂപയാക്കി വർദ്ധിപ്പിച്ചത്, കശുവണ്ടി മേഖലയ്ക്കുള്ള പ്രഖ്യാപനം, ഞങ്ങൾ കൊല്ലത്തുകാരാണ്, സ്വാഭാവികമായിട്ടും ആ മേഖലയ്ക്ക് പ്രഖ്യാപിച്ചത് മാത്രമല്ല, ആദ്യമായി അതിൽ ഈ ബിസിനസ് നടത്തുന്നവർക്ക് അവർക്ക് കൂടി, കാരണം ഈ മറ്റുള്ള സ്റ്റേറ്റുമായി മത്സരിച്ച് നിൽക്കുക എന്ന് പറയുമ്പോൾ ഈ നമ്മുടെ നിലവിലുള്ള നിയമങ്ങളുടെയും അവിടുത്തെ കൂലിയുടെയൊക്കെ വ്യത്യാസത്തിൽ അവർക്കൊരു പാക്കേജ് അതെങ്ങനെ നടപ്പിലാക്കുമെന്നുള്ളത് അവരുമായി ആലോചിച്ചിട്ട്, പക്ഷെ അതിന് ടോക്കണായിട്ടൊരു 20 കോടി രൂപ അതിനും മാറ്റിവെച്ചു. അപ്പോൾ അതിനെ വരെ കണ്ടുകൊണ്ട്
ഈ വ്യവസായത്തെ നിലനിർത്തുക എന്നുള്ളത്, തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുക്കുക എന്നുള്ളത് ഉറപ്പാക്കുക എന്നുള്ളത് ഒരു ഗവൺമെൻറ് നിശ്ചയദാർഢ്യത്തെയാണ് അത് കാണിക്കുന്നത്. ആ തരത്തിൽ എല്ലാ മേഖലയിലേക്കും പോയി. പോയിട്ട് ഇപ്പം റേഷൻ സബ്സിഡിക്ക് 900 കോടി രൂപയാണ് മാറ്റിവെച്ചത്. അതുപോലെ വിദ്യാഭ്യാസ മേഖല, നാളത്തെ പൗരന്മാരെ വാർത്തെടുക്കുന്നതിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വലിയ പങ്കില്ലേ? അപ്പോൾ അതെല്ലാം ഹൈടെക് ആക്കി ഇന്നത്തെ കാലഘട്ടത്തിനനുസൃതമായി അതിനെല്ലാം നല്ല ഈ ഉയർത്തിക്കൊണ്ടുവരുന്ന തരത്തിൽ, നല്ല വിദ്യാഭ്യാസം നൽകുന്ന തരത്തിൽ സർക്കാർ സ്കൂളുകളെ, ഇപ്പോൾ എയ്ഡഡ് സ്കൂളുകളെയും ഒരു പരിധിവരെ എയ്ഡഡ് സ്കൂളുകൾക്കും കൂടി ബാധകമാക്കിക്കൊണ്ടുള്ള വളരെ ദീർഘവീക്ഷണത്തോടു കൂടി നാളത്തെ കേരളത്തെ കണ്ടുകൊണ്ടുള്ളൊരു ബഡ്ജറ്റ് തന്നെയാണ് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി അവതരിപ്പിച്ചത്. ഇത് യഥാർത്ഥത്തിൽ ഇന്ന് വരെ അവതരിപ്പിക്കപ്പെട്ടതിലുള്ള ഏറ്റവും മെച്ചപ്പെട്ട ബഡ്ജറ്റ് തന്നെയാണ്. ഈ ജനങ്ങൾ അത് ആ തരത്തിൽ തന്നെ കാണും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതിനെതിരായിട്ട്, ബഡ്ജറ്റിനെതിരായിട്ട് ഇപ്പോഴും ഞാൻ പറയുന്നു, ബഡ്ജറ്റിനെതിരായിട്ട് ആർക്കും ഒന്നും പറയാനില്ല. അതിൽ ചോർന്നു പോയി, അതുകൊണ്ട് ധനമന്ത്രി രാജിവെക്കണമെന്നാണ് പറയുന്നത്. അതിൽ ഹൈലൈറ്റ്സ് മാത്രമാണ്. അത് ഞാൻ വീണ്ടും പറഞ്ഞു, 9 മണിക്ക് അവതരിപ്പിച്ച് തുടങ്ങി, 10 ആയപ്പോൾ ചോർന്നെന്ന് പറയുന്നതിനകത്ത് ഒരർത്ഥവുമില്ല. ശ്രീ ഷിബു പ്രഭാകർ, പക്ഷേ ഇതിനകത്ത് ഇനിയും താങ്കൾക്ക് ആഡ് ചെയ്യേണ്ടത്, അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയതാണെന്ന് തോന്നുന്നു. ഇനി ഇതിനകത്ത് ആഡ് ചെയ്യാനുള്ളത്, അതായത് പ്രത്യേകമായി ഈ ഒരു ബജറ്റിനെ നിരീക്ഷിച്ചാൽ എന്തൊക്കെ ആയിരിക്കും? ഒരുപക്ഷെ വലിയ ചില ഉത്തരവാദിത്തങ്ങൾ സർക്കാർ ഏറ്റെടുക്കുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കാര്യത്തിലായാലും, അല്ലെങ്കിൽ കെ എസ് ആർ ടി സിയുടെ വിഷയത്തിൽ കാലാകാലങ്ങളായി നിലനിൽക്കുന്ന തർക്കങ്ങളാണ്. പക്ഷെ അങ്ങനെ ചില ബാധ്യതകൾ ഏറ്റെടുത്ത് പോലും ചില കാര്യങ്ങൾ ഇതിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെയുള്ള സവിശേഷതകൾ കൂടി ഒന്ന് പരിശോധിച്ചാൽ. നമ്മളിപ്പോൾ കേരള ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ കാര്യം പറയുകയാണെങ്കിൽ, ഞങ്ങൾ ഏത് ബഡ്ജറ്റിന് വന്നാലും ശരി തന്നെ ഗവൺമെൻറ്റിന് അനുകൂലമായിട്ടാണ് ഞങ്ങൾ അതിനെ കാണാറുള്ളൂ. പിന്നെ അതിനകത്ത് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ സജഷൻസ് ആയിട്ട് പറയും. ഇതിനകത്തും ചില കാര്യത്തിലൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട്. ബഡ്ജറ്റ് മൊത്തത്തിൽ ഒരു മോശം പറയാനില്ല. പിന്നെ 2-3 കാര്യങ്ങൾ ഇപ്പോൾ മിനിസ്റ്ററോട് തന്നെ ഞാനിത് നേരിട്ട് സംസാരിച്ചായിരുന്നു. ഒന്നെന്ന് പറയുന്നത്, ഈ നമ്മുടെ പൊതുമേഖല വിദ്യാലയങ്ങൾക്ക് ഒരുപാട് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ഞാനപ്പം മിനിസ്റ്ററോട് പറഞ്ഞ് കുറച്ചുകൂടെ ഒരു നല്ല കാര്യം ചെയ്യാമായിരുന്നു. കാര്യം എല്ലാ ഗവൺമെൻറ്റിൻ്റെ എയ്ഡ് വേണ്ട ആരൊക്കെയാണോ അവരുടെ കുട്ടികൾക്ക് ഗവൺമെൻറ് എയ്ഡ് വേണമെന്നുണ്ടെങ്കിൽ 2 വർഷം അവരുടെ സർക്കാർ വിദ്യാഭ്യാസം കർശനമാക്കണം. 2 വർഷം സർക്കാർ സ്കൂളിൽ പഠിച്ചാലേ ആ ഹെൽപ്പ് കൊടുക്കാവുള്ളൂ. അതൊന്ന്. പിന്നീടൊന്ന് പറഞ്ഞത്, ഈ കിഫ്ബി നമ്മൾ നല്ല രീതിയിൽ നടത്തണം. നല്ല രീതിയിൽ നടത്തിയില്ലെങ്കിൽ അതൊരു കേരളത്തിൽ നമ്മളൊരു റോൾ മോഡലാണ്, ഇന്ത്യക്ക് റോൾ മോഡലാണ്. അത് നല്ല രീതിയിൽ നടത്തില്ലെങ്കിൽ നമ്മളെക്കാളും മിടുക്കന്മാർ ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോയി അവരുടേതായിട്ട് അവർ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കും. ഈ 2 സജഷൻസും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും വളരെ നമ്മുടെ മിനിസ്റ്റർ മിടുക്കനാണ്. കഴിഞ്ഞ മുൻപും പണ്ട് ബഡ്ജറ്റുകൾ അവതരിപ്പിച്ചിട്ടുള്ളതാണ്. അദ്ദേഹം എവിടെയെങ്കിലും കൊണ്ട് പിടിച്ചു കെട്ടുമെന്നുള്ളൊരു ആത്മവിശ്വാസം നമുക്കുണ്ട്. ആ ഒരു ടാലൻറ്റ് അദ്ദേഹത്തിനുണ്ട്. എനിക്ക് രാഷ്ട്രീയമൊന്നുമില്ല, ഞാൻ നിഷ്പക്ഷമായിട്ട് പറയുക. ഒരുപക്ഷെ സംഘടനയുടെ ഭാഗത്തുനിന്ന് കൂടി നോക്കിയാൽ അങ്ങനെ സ്പെസിഫിക്കായി എടുത്തു പറയേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും? ഞങ്ങളുടെ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി, ഞാനത് പറയല്ലോ, ഞങ്ങൾ എപ്പോഴും ഞങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരിക്കലും എതിർത്തല്ല പറയാറുള്ളത്. അങ്ങനെ എനിക്ക് വേറെയും പറയാനുണ്ട്. പിന്നെ ഈ സ്റ്റാർട്ടേഴ്സിന്, ബിസിനസ് പുതിയതായിട്ട് തുടങ്ങുന്ന ആൾക്കാർക്ക് കൂടുതൽ വലിയ പ്രാതിനിധ്യം കൊടുത്തിട്ടില്ല. ഇപ്പം നമ്മൾ ബോംബെ പോലുള്ള സ്ഥലം എന്തുകൊണ്ട് ഇന്ത്യയുടെ ഫിനാൻഷ്യൽ ക്യാപിറ്റലായി, അവിടെ ബിസിനസ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ട്. ഈ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവിടുത്തെ ഗവൺമെൻറ് കീനായിട്ട് ആ ഒരു സ്റ്റാറ്റസ് പോകാതിരിക്കാൻ വേണ്ടി അതിനുള്ള പ്രവർത്തനങ്ങൾ മറിച്ചും ചെയ്യും. ഈ പറയുന്ന കണക്ക് ഇവിടെയുള്ള പ്രശ്നങ്ങളെല്ലാം അവിടെയുണ്ട്. അതേപോലുള്ള കുറച്ച് ഈ ബിസിനസ് പരമായിട്ടും കുറേ ഇമ്പോർട്ടൻസ് കൊണ്ടുവന്നാലേ നമ്മുടെ രാജ്യം അല്ല നമ്മുടെ സ്റ്റേറ്റ് ഡെവലപ്പ് ആവത്തുള്ളൂ. അതിനും കൂടെ ഒന്ന് ശ്രമിക്കണമായിരുന്നു. അത് ഞാൻ ബഡ്ജറ്റ് കാണുന്നിടം തൊട്ട് ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കാര്യം നമ്മൾ എല്ലായിടത്തും നമുക്ക് എങ്ങനെയാണ് ഫൈനാൻസിൻ്റെ സ്കേർസിറ്റിയാണുള്ളത്. ഫൈനാൻസ് സ്കേർസിറ്റി എങ്ങനെ മാറും? ബിസിനസ് ഡെവലപ്മെൻറ്റ് ടാക്സും പല രീതിയിലുള്ള വരുമാനങ്ങളും നമുക്കുണ്ടാവും. ആ കാര്യം കൂടെ ശ്രദ്ധിച്ചാൽ നന്നായിരുന്നേനെ. ശ്രീ ബിന്നിമേട്ടി, ഒരുപക്ഷെ ഈ ഒരു മേഖലയിൽ വളരെ പ്രഗത്ഭനായ ഒരു മന്ത്രി കൂടിയാണ് നമുക്കുള്ളത്. ഒരുപക്ഷെ അദ്ദേഹം ഈ പല കാര്യങ്ങളും പരിശോധിച്ച് തന്നെയായിരിക്കും ഇങ്ങനെ ഒരു ബജറ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഒരു സുപ്രധാനമായ ഒരു വിഷയം, നമ്മുടെ വാണിജ്യ വ്യവസായ മേഖലയിൽ എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നു? അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ അല്ലെങ്കിൽ അതിനുള്ളൊരു സമയമല്ലേ, അതിനുള്ളൊരു സാഹചര്യമില്ലേ? അങ്ങനെ ഒരു പുതിയൊരു സാഹചര്യം ഇപ്പോൾ കടന്നു വന്നിരിക്കുക. ഇപ്പോൾ ഉള്ള പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ വലിയ പ്രതിസന്ധി തന്നെയാണ്. ആ പ്രതിസന്ധി മറികടക്കാനുള്ള പുതിയ സംവിധാനങ്ങളാണ് ഇപ്പോൾ ഈ ധനകാര്യമന്ത്രി ബഡ്ജറ്റിൽ നമുക്ക് അവതരിപ്പിച്ചത്. അതുമായി ബന്ധപ്പെട്ട് പുതിയ ആളുകളെ
ഇൻവെസ്റ്റേഴ്സിനെ കണ്ടെത്തണം. കാർഷിക മേഖലയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം, ചെറുകിട വ്യവസായ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ആ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമേ ഇവിടെ ഗവൺമെൻറ്റിന് റവന്യൂ വരുമാനമായി വരുന്നുള്ളൂ. ഇപ്പോൾ റവന്യൂ വരുമാനം വലിയ രീതിയിൽ പുറകോട്ടടിച്ചിരിക്കുക. നവംബർ 8 മുതൽ വലിയ രീതിയിൽ പ്രതിസന്ധിയിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുക. അതൊക്കെ മാറി വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പുതിയ കിഫ്ബി പോലെയുള്ള പുതിയ സംവിധാനം നമ്മൾ കണ്ടെത്തുന്നത്. അത് ഈ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയിൽ ഒരുത്തരോ ഇതേപോലെ ഒരു സംവിധാനം കണ്ടെത്തിയായിട്ട് നമുക്കറിവില്ല. അതൊരു പുതിയ ഒരു സംവിധാനമായി ബഡ്ജറ്റിന് പുറത്തു നിന്നുകൊണ്ട് പൈസ സ്വരൂപിക്കുകയും ആ പൈസ ഈ തരത്തിൽ വിനിയോഗിച്ചുകൊണ്ട് കേരളത്തിൻ്റെ മൊത്തം മുഖച്ഛായ മാറ്റാൻ കാർഷിക വ്യവസായ മേഖലയിലും അതേപോലെ അടിസ്ഥാന വികസനത്തിന് വളരെയധികം ഊന്നൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ എല്ലാ മേഖലകളിലുണ്ട്. കരിമണൽ ഖനനം പൊതുമേഖലയിലാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. 33 പൊതുമേഖലാ കമ്പനികൾ നഷ്ടത്തിൽ പോവുക, അതിനെ നഷ്ടത്തിൽ ലാഭത്തിലാക്കാമെന്ന് പറയുന്നുണ്ട്. നമ്മൾ ഈ നഷ്ടത്തിൽ ലാഭത്തിലാക്കി കൊണ്ടുവരുന്നത് 5 വർഷത്തെ ബുദ്ധിമുട്ടോടൊപ്പം തന്നെ പിന്നെ മാറി വരുന്ന ഗവൺമെൻറ്റുകൾ അതൊക്കെ രണ്ടാമത് തകർത്ത് തരിപ്പണാക്കുക. അതിന് പകരം അത് കൃത്യമായി തന്നെ കേരളത്തിൻ്റെ ഒരു വികസനത്തിന് വേണ്ടി എല്ലാവരും കൂട്ടായി പ്രവർത്തിച്ചാൽ മാത്രമേ ഇത് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഒരു ഗവൺമെൻറ് അത് ഉണ്ടാക്കിയെടുക്കുകയും അടുത്ത ഗവൺമെൻറ് വന്ന് അത് ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതി ഒരു കാരണവശാലും ഒരു സമൂഹത്തിന് അത് യോജിച്ചതല്ല. ആ തരത്തിൽ തന്നെ അത് കാണേണ്ടതായിട്ട് വരും. ഈ ഗവൺമെൻറ് കുറേ കാര്യങ്ങൾ ധനകാര്യമന്ത്രി അതുമായി ബന്ധപ്പെട്ട് കുറേ ഹോംവർക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ ബഡ്ജറ്റ് എല്ലാ മേഖലയിലും സ്പർശിച്ചിട്ടുണ്ട്. സ്ത്രീ സുരക്ഷ തൊട്ട് വിദ്യാഭ്യാസ മേഖല തൊട്ട് ആരോഗ്യ മേഖല തൊട്ട് മുഴുവൻ മേഖല, വ്യാപാര വ്യവസായം എല്ലാ മേഖലകളെയും സ്പർശിച്ച നല്ല ബഡ്ജറ്റാണെന്ന് തന്നെ നമുക്കതിന് പറയാൻ സാധിക്കും. ബഡ്ജറ്റിനെ ഒരു നിലയ്ക്കും കുറ്റം പറയാൻ സാധിക്കില്ല. വ്യാപാര വ്യവസായ മേഖല വളരെ പ്രതീക്ഷയോട് കൂടി തന്നെ ഈ ബഡ്ജറ്റ് കാണുകയും ചെയ്യുന്നുണ്ട്. ശ്രീ ശ്യാം പ്രസാദ്, ഒരുപക്ഷെ നമ്മളെപ്പോഴും ബജറ്റിനെ കുറിച്ച് പറയുമ്പോൾ ആകുലപ്പെടുന്നത് ധനക്കമ്മി തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ തന്നെയാണ്. ഇവിടെയും അദ്ദേഹം വലിയ വാഗ്ദാനങ്ങളൊന്നും നൽകുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ ഈ പ്രഖ്യാപനങ്ങൾ, അതായത് നേരത്തെ ശ്രീ നൗഷാദ് പറഞ്ഞ പോലെ എൻ്റെ കൈ കിട്ടുന്ന ചോദ്യമായതുകൊണ്ടല്ല, അതായത് പലപ്പോഴും നമ്മൾ ഇത്തരം ജനകീയ വിഷയങ്ങൾ അല്ലെങ്കിൽ ജനകീയ പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോഴും നമ്മുടെ സാമ്പത്തിക ഭദ്രത കൂടി നോക്കേണ്ടതുണ്ട്. അങ്ങനെ വെച്ച് നോക്കിയാൽ ഈ ഒരു ബജറ്റ് നമുക്ക് അങ്ങനെ ആ വിധത്തിൽ ഒരു തിരിച്ചടി നൽകുന്നുണ്ടോ? പ്രത്യേകിച്ച് ഒരു സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു ഘട്ടമാണ്. അങ്ങനെ ഒരു പ്രതിസന്ധി കൂടുതൽ ശക്തമാക്കുമോ ഇപ്പോഴത്തെ പ്രഖ്യാപനങ്ങൾ? ധനക്കമ്മിയൊരു പ്രോബ്ലം. പക്ഷേ ധനക്കമ്മി എത്രത്തോളം തന്നെ വേണമെന്ന് ഒരു സാമ്പത്തിക ശാസ്ത്ര ബുക്കിലും പറയുന്നത്. നമ്മൾ ഏതൊരു കാലഘട്ടത്തിൽ FRPM നടപ്പിലാക്കിയപ്പോൾ ഇത്ര വേണമെന്ന് പറയുന്നില്ലല്ലോ. അതിന് റൂൾസ് ആൻഡ് റെഗുലേഷൻ എവിടെയും പറയുന്നില്ല. അതുകൊണ്ടാണ് ധനക്കമ്മി ഒരു പ്രോബ്ലമാണ്. കേരളത്തിൻ പോലത്തെ എക്കോണമിയിൽ പ്രത്യേകിച്ച് നമുക്ക് റിസോഴ്സ് മൊബിലൈസേഷനിലെ ബേസ് കുറവാണ്. അവിടെ ധനക്കമ്മി വലിയ ഇഷ്യൂ ആണ്, അല്ലാന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ ധനക്കമ്മിക്ക് ഇവിടെ മൊബിലൈസ് ചെയ്യുന്നത് നമ്മളെ റവന്യൂ മൊബിലൈസേഷൻ വെച്ചിട്ടല്ല ഇവിടുത്തെ പ്രോഗ്രാം ഫണ്ട് ചെയ്യുന്നത്. കിഫ്ബി എന്ന് പറഞ്ഞ നൂതനമായ ഒരാശയം ബജറ്റിന് പുറത്തുനിന്നാണ് നമ്മളുടെ ഫണ്ട് മൊബിലൈസ് ചെയ്യുന്നത്. ധനക്കമ്മി അവിടെ ബാധിക്കില്ല. അതുകൊണ്ട് വിത്തിൻ ബജറ്റല്ല ഫണ്ട് നടക്കുന്നത്, ബജറ്റിന് പുറത്തുനിന്നാണ്. അതുകൊണ്ട് റവന്യൂ ഡെഫിസിറ്റിനെ ബാധിക്കില്ല എന്നാണ് ഞാൻ പറയുന്നത്. തിരികെ ചർച്ചയിലേക്ക് വരികയാണ്. ശ്രീ നൗഷാദ്, ഒരു പക്ഷേ ഇവിടെ വലിയ പ്രതീക്ഷയോടുകൂടി സംസാരിക്കുന്നത് കിഫ്ബിയെ കുറിച്ച് തന്നെയാണ്. ഈ പറഞ്ഞതുപോലെ പക്ഷെ നമ്മൾക്ക് വളരെ കൃത്യമായ ഒരു മോണിറ്ററിംഗ് ഉണ്ടാവണം. കാരണം നമ്മളിത് പുതുതായി ഒരു പാരലൽ സംവിധാനം നമ്മളിവിടെ അവതരിപ്പിക്കുകയാണ്, പ്രയോഗിക്കുകയാണ്. ഒരുപക്ഷെ അതിൻ്റെ ഒരു പ്രതീക്ഷ അത് പ്രഖ്യാപനത്തിൽ ആദ്യം മുതൽക്കേ തന്നെ ധനമന്ത്രി ഇത് വെച്ച് പുലർത്തുന്നുണ്ട്. ഇതിലൊരു ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കകളുണ്ടോ ഇനി അത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും? അല്ല, അതിനകത്ത് ആശങ്കയുടെ പ്രശ്നമില്ലല്ലോ. ഇതിനകത്ത് കിഫ്ബിക്ക് പുതിയ ഒരു ബോർഡുണ്ട്. പിന്നെ മാത്രമല്ല സർക്കാർ ഗ്യാരണ്ടി ഉണ്ട്. ഈ കിഫ്ബിയിൽ പണം നിക്ഷേപിക്കുന്നതിന് സർക്കാർ ഗ്യാരണ്ടി കൊടുക്കും. അതുപോലെ തന്നെ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്, ഞാൻ പറഞ്ഞ ഒരു പ്രഖ്യാപനം നടത്തി എങ്ങനെ സ്വരൂപിക്കാമെന്ന് നേരത്തെ കണക്ക് കൂട്ടിയിട്ടല്ലേ അതിലേക്ക് ഇറങ്ങിയിട്ടല്ലേ സ്വരൂപിക്കാൻ വേണ്ടി കഴിയൂ. അപ്പം ഈ പ്രവാസി ചിട്ടി പുതിയൊരാശയമാണ്. അപ്പോൾ ആ തരത്തിലേക്ക് പുതിയ ആശയങ്ങൾ കൊണ്ടുവന്ന് അങ്ങനല്ലേ പുതിയ മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയൂ. അപ്പോൾ ആ തരത്തിൽ ഈ കിഫ്ബി പിന്നെ ഇപ്പോൾ എല്ലാവരും വളരെ ആശങ്കയോടെയൊക്കെ പറയപ്പെടുമ്പോഴും ആ തരത്തിൽ ഇപ്പൊ 1250 കോടി രൂപ അതിൽ കിട്ടിയല്ലോ, ജനം നിക്ഷേപിച്ചിട്ടുണ്ടല്ലോ. പിന്നെ അപ്പോഴാണ് ഈ നോട്ട് പ്രതിസന്ധി വരുന്നത്. നോട്ട് പ്രതിസന്ധി വരുമ്പോൾ ആർക്കും ആരെയും വിശ്വാസം ഇല്ലാത്തൊരവസ്ഥയായില്ലേ. ബാങ്കിലോട്ട് കാശിട്ടായി എടുക്കാൻ വയ്യ, സഹകരണ സംഘത്തിൽ നിക്ഷേപിക്കാൻ വയ്യ. ഈ വല്ലാത്ത ഒരു പ്രതിസന്ധിയിലേക്ക് ഇങ്ങനെ പിന്നെ ആൾക്കാർ തൊടാതെ അങ്ങ് നിൽക്കുക. ഇപ്പൊ ട്രാൻസ്ഫർ ചെയ്താൽ പോലും
പിന്നെ ബാങ്കിൽ കിടക്കുന്ന പൈസ ഇനി കിഫ്ബിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഇനി സെൻട്രൽ ഗവൺമെൻറ് എന്ത് തീരുമാനിക്കും എന്നൊന്നും അറിയാൻ പറ്റാത്ത ഒരു അങ്കലാപ്പിൽ ഈ നോട്ട് പ്രതിസന്ധി ഒരു വലിയ ഘടകമല്ലേ. ആ പ്രതിസന്ധികൾക്കിടയിലാണ് ഇത്രയും 1000 കോടി രൂപ 1250 കോടി രൂപ എന്ന് പറഞ്ഞ ചെറിയ കാര്യമാണോ? അത് ഈ ഗവൺമെൻറ് വിശ്വാസ്യതയാണ്. ആ വിശ്വാസ്യത വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ കിഫ്ബിയിലേക്കുള്ള നിക്ഷേപങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി കഴിയൂ. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെ പറയുന്നത് പ്രവർത്തിക്കുന്ന ഗവൺമെൻറ്റാണെന്നുള്ള ധാരണ ജനങ്ങൾക്കുണ്ട്, അത് വ്യവസായികൾക്കുണ്ട്, പിന്നെ പ്രവാസികൾക്കുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ നിക്ഷേപം ലഭിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് ലഭിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നമുക്ക് ചുറ്റിനും നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ധനമന്ത്രിയുടെ സ്വപ്നം മാത്രമാണ്. പിന്നെ നമ്മളിലെ പറയത്തില്ല കൊണ്ടുപോയി നിക്ഷേപിക്കരുത് കാശ് പോക്കാണ് എന്ന് സാധാരണ നാട്ടിൻപുറത്ത് പറയുന്നത് പോലുള്ളൊരു പ്രചരണം അഴിച്ചുവിടുന്നുണ്ട്, വളരെ ബോധപൂർവ്വം അഴിച്ചുവിടുന്നുണ്ട്. പക്ഷെ അതിനെ അതിജീവിച്ചുകൊണ്ട് ഈ പദ്ധതി ഇന്ത്യക്കാകെ തന്നെ മാതൃകയാക്കാൻ കഴിയുന്ന തരത്തിൽ ഇത് മാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ശ്രീ ഷിബു പ്രഭാകർ, ഇവിടെ ഈ NRI ബോണ്ട് പോലെയുള്ള വിഷയങ്ങൾ ഒരുപക്ഷെ അത്തരത്തിലുള്ള കാര്യങ്ങൾ ധനമന്ത്രി പറഞ്ഞപ്പോൾ അതിന് വലിയ കാൽക്കുലേഷനുകൾ പറഞ്ഞു. പക്ഷേ ആദ്യത്തെ ഘട്ടത്തിൽ ഇത്ര പേരെ ചേർക്കുക എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇത്തരം വിഷയങ്ങളിലേക്കൊക്കെ, അതായത് KSFA കൂടി ഉൾപ്പെടുപ്പിക്കുന്നു, അങ്ങനെയുള്ള വിഷയങ്ങളിൽ ഒരുപക്ഷെ ജനങ്ങളുടെ ഒരു വിശ്വാസ്യത ഇത്തരം വിഷയങ്ങളിലേക്ക് വരുമ്പോൾ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചാൽ, അല്ലെങ്കിൽ ജനങ്ങളുടെ ഒരു വിശ്വാസ്യത കൂടി ഇതിലേക്ക് ചേർക്കുന്നത് എങ്ങനെയായിരിക്കും? അത് ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോജക്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ NRIസിൻ്റെ ഒക്കെ സപ്പോർട്ട് കിട്ടും എന്നുള്ളതിൽ യാതൊരു തർക്കമില്ല. ഇപ്പം നമ്മളവിടെ കൊച്ചിയിൽ നെടുമ്പാശ്ശേരിയിൽ ഒരു എയർപോർട്ട് ഉണ്ടാക്കില്ലേ, അങ്ങനെ പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനിൽ തന്നെ എന്തെല്ലാം പ്രോജക്റ്റുകൾ വിജയിക്കുന്നു. അപ്പോൾ ഇത് വിജയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പാടുള്ള കാര്യമല്ല. കാര്യം ഒരു ഗവൺമെൻറ്റിൻ്റെ ലീഡർഷിപ്പിൽ ഇത്രയും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ആശയം കണ്ടുപിടിച്ച് നീങ്ങുമ്പോൾ നമുക്ക് പോലും മാനസികമായിട്ട് അതിനോട് യോജിപ്പ് തോന്നുന്നുണ്ട്. അതിനകത്തൊന്നും യാതൊരു തെറ്റും പറയാനില്ല. അത് നമ്മുടെ കയ്യിൽ റിസോഴ്സ് ഇല്ലാത്തപ്പോൾ അങ്ങനെ ഒരു ഭയങ്കര ഒരു തീവ്രമായിട്ടുള്ള ആഗ്രഹം കൊണ്ടാണ് അങ്ങനെ ഒരു ആശയം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവണം. ഒരു സ്വന്തം കാര്യത്തിൽ എത്രത്തോളം ആത്മാർത്ഥം കാണിക്കുമോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നേ ആ ഒരു ആശയം കിട്ടും. കാര്യം ഇതിനു മുമ്പേ വന്ന പലർക്കും എന്തുകൊണ്ട് ആ ആശയം ഉണ്ടായില്ല? അന്നേ നമ്മളെ നാട് എന്നേ നന്നായല്ല, കുറച്ചുകൂടെ നമ്മൾ പ്രോഗ്രസ് ചെയ്ത് തന്നെ. അത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ തോന്നുന്നില്ല. കാര്യം അതിനകത്തൊരു തട്ടിപ്പോ വെട്ടിപ്പോ ഒന്നുമില്ല, സുതാര്യമായ കാര്യങ്ങൾ എങ്ങനെ വേണമെങ്കിലും ഓഡിറ്റ് ചെയ്യാം. അപ്പോൾ അതിനെ ഒന്നും ഒരു രീതിയിലും സംശയദൃഷ്ടിയോടെ കാണേണ്ട കാര്യമില്ല. അത് ഇനി ആരുടെ ചോദിച്ചാലും അത് അങ്ങനെ പറയത്തുള്ളൂ. ശ്രീ ബിന്നിമട്ടി, ഒരുപക്ഷെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഒരു മാന്ദ്യം അത് നമ്മളുടെ എല്ലാ മേഖലകളെയും ബാധിച്ചിരിക്കുന്നത്, വ്യവസായ മേഖലയായാലും എല്ലാം തന്നെ ബാധിച്ചിട്ടുള്ളത്, ഒരുപക്ഷെ അതിനെ അത്തരം ബാധിച്ചിട്ടുള്ള വിഷയങ്ങളിൽ നിന്ന് കരകയറാൻ വലിയൊരു ഓപ്ഷനൊന്നും ബജറ്റ് പറയുന്നില്ല. മറ്റ് പല രീതിയിലും നമ്മുടെ സാമ്പത്തിക നില ഭദ്രമാക്കാം എന്നതിനപ്പുറത്തേക്ക് ഒരുപക്ഷെ ഈ ബജറ്റിനപ്പുറത്ത് നിന്ന് ഇത്തരം വിഷയങ്ങളിലെ എങ്ങനെയായിരിക്കും ഇനി സംസ്ഥാനം കൈകാര്യം ചെയ്യുക, അല്ലെങ്കിൽ അതെങ്ങനെ കൈകാര്യം ചെയ്താലായിരിക്കും, പ്രത്യേകിച്ച് ഈ വാണിജ്യ മേഖലയിലൊക്കെ തന്നെയും? നിർമ്മാണ മേഖല അതാണ് ഏറ്റവും വലിയ ഒരു ഘടകം റവന്യൂ വരുമാനത്തിൻ്റെ. നിർമ്മാണ മേഖല സജീവമാവണമെങ്കിൽ റിയൽ എസ്റ്റേറ്റ് മേഖല സജീവമാവണം. റിയൽ എസ്റ്റേറ്റ് മേഖല സജീവമാവാത്തത് ഈ നോട്ട് പ്രസിഡന്റ് വന്നതോടുകൂടി ആർക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കേന്ദ്ര ഗവൺമെൻറ് ചില നിലപാട് കൊണ്ട് പലരും അത് മടിച്ചു നിൽക്കുക. റിയൽ എസ്റ്റേറ്റ് മേഖല ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങിയാൽ മാത്രമേ സാധാരണക്കാരൻ്റെ കയ്യിൽ പണം വരുള്ളൂ. ആ പണമാണ് ഇവിടെ നാട്ടുപ്രദേശത്തും ടൗണുകളിലും വ്യാപാര മേഖലയിലേക്ക് ഉപകാരപ്പെടാവുക. ഇപ്പോൾ ആ മേഖല മാറി നിൽക്കുക. അതേപോലെ ടൂറിസം മേഖല, നമ്മുടെ ബാറുകൾ പൂട്ടിയുടെ ഭാഗമായിട്ട് ടൂറിസം മേഖല വലിയ പ്രതിസന്ധിയിലാണ്. ഒട്ടനേകം ഹോട്ടലുകളും അതേപോലെ ബാറുകളൊക്കെ പൂട്ടിയതിൻ്റെ ഫലമായി വളരെ പ്രതിസന്ധിയിൽ ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്ത ഉടമകളും തൊഴിലാളികളും പട്ടിണി കിടക്കുക. ഈ ടൂറിസം മേഖലയുടെ ഇപ്പോഴത്തെ പ്രതിസന്ധി മറികടക്കാനുള്ള ചില സാഹചര്യം ടൂറിസം മേഖലയ്ക്ക് ആ തരത്തിലുള്ള ആനുകൂല്യങ്ങൾ നൽകണം എന്നാണ് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത്. എന്താ വെച്ചാൽ അതൊരു വ്യവസായമായി മാറണത് ടൂറിസം. അത് കേരളത്തിൻ്റെ തന്നെ ഏറ്റവും നല്ല ടൂറിസം ഇന്ത്യയിൽ തന്നെ നല്ലൊരു ടൂറിസം കേരളം ടൂറിസം ആയിരുന്നു. ആ ടൂറിസം ഈ മദ്യനയത്തിൻ്റെ ഭാഗമായി പുറകോട്ടടിക്കുകയും അതിൻ്റെ ഫലമായി ഒട്ടനേകം പേര് തൊഴിലെടുക്കുന്നവർ, പണിയെടുക്കുന്നവർ, അതുപോലെ വൻകിടയായിട്ടുള്ള ഒട്ടനേകം പേര് പ്രതിസന്ധി നേരിടുക. അപ്പം എല്ലാ മേഖലകളിലും, അതുപോലെ കാർഷിക മേഖല, റബ്ബറിൻ്റെ വിലയിടിവ് തൊട്ട് എല്ലാ മേഖലകളിലും നമുക്കൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. കാർഷിക മേഖലയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം, അങ്ങനെ ചെറുകിട വ്യാപാര മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അങ്ങനെ എല്ലാ മേഖലകളിൽ പടിപടിയായി ഗവൺമെൻറ്റോ ഇല്ലെങ്കിൽ ഈ ഏതെങ്കിലും സംവിധാനങ്ങൾ വെച്ച് ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ കേരളത്തിൻ്റെ പുരോഗതി നമുക്ക് മുന്നോട്ട് കാണാൻ സാധിക്കുള്ളൂ. കേരളത്തിൻ്റെ പുരോഗതി ആ രീതിയിൽ വന്നാൽ മാത്രമേ റവന്യൂ നമുക്ക് കയ്യിൽ വരുള്ളൂ. എന്നാൽ മാത്രമേ വികസന പ്രവർത്തനം നമുക്ക് അത് ചെലവഴിക്കാൻ പറ്റുള്ളൂ. ഇല്ലാത്തതൊക്കെ നമ്മൾ വെറുതെ ആ കാര്യങ്ങൾ പറഞ്ഞു നടന്നാൽ അത് പറഞ്ഞു നടക്കാന്നല്ലാതെ
പ്രായോഗികമായി നടപ്പാക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാവും. ഇപ്പോഴത്തെ പ്രതിസന്ധി വലിയ പ്രതിസന്ധി, അത് മറികടക്കാനുള്ള ഒരു ശ്രമമാണ് ഈ ബഡ്ജറ്റിൽ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത്. അത് സ്വാഗതാർഹമാണ് എന്നുള്ളത് പ്രത്യേകം. ശ്രീ സംപ്രസാദ്, ഇവിടെ ഒരുപക്ഷെ ഇവിടെ സൂചിപ്പിച്ച ഒരു വിഷയം, അതായത് നമുക്ക് ഇതുവരെയും കണ്ണടച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു യാഥാർത്ഥ്യമാണ് ഈ നോട്ട് നിരോധന പ്രശ്നം എന്ന് പറയുന്നത്. അതിൽ നമുക്ക് പെട്ടെന്ന് അങ്ങ് കരകയറാം എന്നുള്ള ഒരു വിശ്വാസമൊന്നും ഈ ബജറ്റിൽ ധനമന്ത്രി മുന്നോട്ട് വെക്കുന്നുമില്ല. പക്ഷേ ഈ ബജറ്റിന് അപ്പുറത്ത് നിന്ന് എന്തൊക്കെ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും നമ്മൾ ഈ നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഭാവിയിലേക്ക് കൂടി ബാധിക്കാത്ത രീതിയിൽ മറികടക്കാൻ വേണ്ടി? നോട്ട് നിരോധനം യാഥാർത്ഥ്യമാണ്, അത് നമ്മൾ കോപ്പ് ചെയ്ത് വരും. അതിനേക്കാളും മുമ്പ് എനിക്ക് കിസ്ബിയെ കുറിച്ച്, കിസ്ബിയുടെ ഇക്കണോമിക് സൈഡിനെ കുറിച്ച് ഞാൻ പറയാം. കിസ്ബിയിൽ വലിയൊരു റിസ്ക് ഉണ്ട്. റിസ്ക് എന്ന് വെച്ചാൽ വി ആർ ക്രിയേറ്റ്, നമ്മളൊരു വല്ലാത്തൊരു മായാലോകം ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം ഈ ഗൾഫിൽ നിന്നുള്ള റെമിറ്റൻസ് എന്നും ഇതേപോലെ ഉണ്ടാവും എന്ന് പറയുന്ന എസ്റ്റിമേഷൻ വെച്ചിട്ടാണ് നമ്മളിത് ക്രിയേറ്റ് മൊബിലൈസ് ചെയ്യാമെന്ന് പറഞ്ഞ് പ്രത്യേകിച്ചിരിക്കുന്നത്. പക്ഷെ ഞങ്ങൾ സാമ്പത്തിക ശാസ്ത്രത്തിൽ പറയും, എപ്പോഴും നമ്മളൊരു റവന്യൂ മൊബിലൈസ് ചെയ്യുമ്പം റവന്യൂ സോഴ്സിൻ്റെ റിസ്ക് കൂടി നോക്കണം. കാരണം നാളെ അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ ഒരു പോളിസി അല്ലെങ്കിൽ ഗൾഫിൽ യുദ്ധം വന്നു കഴിഞ്ഞാൽ ചിലപ്പം ഗൾഫിൽ ടേൺ ഇൻ ടു എ ക്രൈസിസ്. അങ്ങനെ നമ്മൾ കേരളത്തിലേക്കുള്ള ഇൻഫ്ലോ ഓഫ് റെമിറ്റൻസ് നിൽക്കും. ഇങ്ങനെയുള്ള റിസ്ക് വെച്ചിട്ട് ഈ കിസ്ബിയെ കുറിച്ച് നമ്മൾ ഓവർ ഹൈപ്പ് ചെയ്യുമ്പം ഇങ്ങനെയുള്ള റിസ്ക് മറന്നു പോരുത്. പക്ഷെ നമുക്ക് അങ്ങനെ കിഫ്ബി പോലെ ഒരു വിഷയത്തിലേക്ക് തന്നെ നമ്മൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വരത്തില്ല. കാരണം നമുക്ക് വേറെ ഓപ്ഷനുകളില്ല. നമുക്ക് സമാന്തരമായി ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടായേ പറ്റൂ. വേറെ ഓപ്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പം ഭിന്നശേഷിക്കാരെ കുറിച്ച് പറയുന്നുണ്ട്. ഭിന്നശേഷിക്കാരെ കൊടുക്കാൻ വേണ്ടിയിട്ട് 260 കോടി മറ്റോ അലോട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ 250 കോടി. ഇതിന് ശരിക്കും നമ്മളെന്ത് ചെയ്യണം? നമ്മൾ ചുമത്തേണ്ടത് ഈ റോഡിലൂടെ ഓടുന്ന വാഹനങ്ങൾ, അല്ലെങ്കിൽ നമ്മളിപ്പം ഒരു ഹൈ ഇൻകം ആൾക്കാർ കൺസ്യൂം ചെയ്യുന്ന ഐറ്റം, അവിടെ നമ്മളൊരു ചുമത്തുകയാണെങ്കിൽ നമുക്ക് ആ ഫണ്ട് മൊബിലൈസ് ചെയ്തിട്ട് വേണമെങ്കിൽ ഒരു പുതിയൊരു പ്രോഗ്രാമിനെ ഫണ്ട് ചെയ്യാം. നമ്മൾ എപ്പോഴും ഈ കിസ്ബി എന്നൊരു എക്സ്റ്റേണൽ സോഴ്സ് വെച്ചിട്ട് കേരള എക്കോണമിയിലെ പ്രവർത്തനങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത് ഒരു മായിക സ്വപ്നം മാത്രമാണ്. എന്നാലും എല്ലാ ആസ്പെക്റ്റോടും കൂടി ഞാൻ പറയും. പക്ഷേ NRA ബോണ്ട് പോലെയുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ അത്തരത്തിലുള്ള നിരവധിയായ ഉദാഹരണങ്ങൾ കൂടിയല്ലേ കിഫ്ബിക്കൊപ്പം തന്നെയും. എന്നാൽ കിഫ്ബി നമ്മൾ കൂടുതലായി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയും ഇത്തരമുള്ള കാര്യങ്ങൾ കൂടി അതോടൊപ്പം ഉള്ളത് ഒരു പ്രതീക്ഷ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് NRA വരുമാനത്തിന് നാളെ ഒരു കോട്ടം സംഭവിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും എന്നുകൂടി നമ്മൾ ആലോചിക്കണം. ശ്രീനൌഷാദ്, അല്ല, ഇതിപ്പോൾ ഒരു നമ്മൾ ഒരു പ്രതീക്ഷിക്കുന്ന ഇപ്പോൾ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ നമ്മളൊരു പുതിയ നികുതി നിർദ്ദേശം വെച്ചാൽ പോലും അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനമാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. ആ കച്ചവടം ആ ഒരു ഐറ്റത്തിനൊരു നികുതി ഏർപ്പെടുത്തുന്നു. അതിൽ നിന്ന് മുമ്പ് കിട്ടിക്കൊണ്ടിരുന്നതിൻ്റെ 4% നമ്മൾ 8% ആക്കിയാൽ അതിൻ്റെ ഇരട്ടി ലഭിക്കുമെന്ന് നമ്മൾ കണക്ക് കൂട്ടും, ഇല്ലേ? ആ കച്ചവടം നടന്നില്ലെങ്കിലോ കിട്ടുമോ എന്നതുപോലെ ഇപ്പൊ സ്വാഭാവികമായിട്ടും വലിയൊരു റിസ്കിലാണ് നിൽക്കുന്നത്. അതെ, അല്ല, ഇത് നമുക്കിപ്പോ ഈ പ്രവാസികൾ അങ്ങനെ ഒരു സുപ്രഭാതത്തിലൊന്നും ഇതിങ്ങനെ നിരന്തരം ലോകാവസാനം വരെ പ്രവാസി ചിട്ടി നടത്തിക്കൊണ്ടു പോകും എന്നുള്ള തരത്തിലൊന്നും അല്ല. ഇപ്പൊ എന്തായാലും ഇമ്മീഡിയറ്റ് ആയിട്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ വരുന്നതിന് നേരിടുക. ഇപ്പൊ നോട്ട് നിരോധനം വരുമെന്ന് നമ്മൾ കാണാം. ഈ തരത്തിൽ വരുമെന്ന് നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിച്ചതാണോ? വരുന്നതിനെ അതിജീവിക്കുക എന്നുള്ളതാണ്. അതല്ലാതെ എല്ലാം നേരെയാക്കി എല്ലാം കണക്ക് കൂട്ടി എല്ലാം കൃത്യമാക്കി ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി കഴിയുമോ? ഇതൊരു വളരെ ദീർഘവീക്ഷണത്തോടു കൂടി സാധ്യമായതാണ്. ഇപ്പോഴത്തെ കാഴ്ചപ്പാടിൽ നടക്കുന്ന കാര്യമാണ്. പിന്നെ വരുമാനം വർദ്ധിപ്പിക്കുക എന്നുള്ളത് ജനങ്ങളുടെ മേൽ ഇപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചത് സെസ് ഏർപ്പെടുത്തണം എന്നാണ്. പുതിയ നികുതി ഏർപ്പെടുത്തിക്കൊണ്ട് വരുമാനം വർദ്ധിപ്പിക്കണം.
അപ്പോൾ ഈ ഗവൺമെന്റ് നിലപാട് പുതിയ നികുതികൾ ഏർപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ്. അതും ഒരു ജനക്ഷേമമാണ്. നികുതി അതും ഒരു ക്ഷേമ പ്രവർത്തനം തന്നെയാണ്. അതിനെ അങ്ങനെയാണ് കാണേണ്ടത്. പുതിയ നികുതി ഏർപ്പെടുത്താതെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവിടാണ് ഒരു ധനകാര്യ വിദഗ്ധന്റെ മിടുക്ക്. അല്ലാതെ ഒരാളെ ഇങ്ങോട്ട് പിഴിഞ്ഞ് വാങ്ങിച്ച് മറ്റൊരാൾക്ക് കൊടുക്കുന്നതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ ഈ തരത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ എല്ലാം ഈ ഏറ്റവും പ്രധാനം ഞാൻ പറഞ്ഞ ഞാനൊരു ധനകാര്യ വിദഗ്ധനല്ല, പക്ഷെ ഇതിൽ ഏറ്റവും പ്രധാനം ഞാനിത് ഈ ബഡ്ജറ്റിൽ കാണുന്ന ഒരു ജനപ്രതിനിധി എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ്. അതിൽ കാണുമ്പോൾ ഈ കേരളത്തിലെ ഏത് ജനവിഭാഗത്തെ ഇതിൽ നിന്ന് വിട്ടുപോയത് അവിടെയാണ് കാണേണ്ടത്. അല്ലാതെ കുറേ പ്രഖ്യാപനങ്ങൾ നടത്തി അത് ചെയ്യും ഇത് ചെയ്യും എന്നുള്ള തരത്തിൽ പ്രഖ്യാപനങ്ങൾ നടത്തി പോവുകയല്ല. ഈ എല്ലാ മേഖലയിലും പെട്ടവരെ ഈ വളരെ കൃത്യമായി പറയും, സർക്കസ് കലാകാരന്മാരെ പോലും ഈ സർക്കസൊക്കെ നടത്തി അറിയാമല്ലോ ഒരു പരുവമായി, അവരെ പോലും മറന്നില്ല ഈ ബഡ്ജറ്റ് എന്നുള്ളതാണ്. ഓരോ മേഖലയിലും ഈ പരമ്പരാഗത വ്യവസായങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ഇപ്പം പരമ്പരാഗത വ്യവസായത്തിൽ കയറ്, കശുവണ്ടി, കൈത്തറി, ബീഡി, പെട്ടെന്ന് ആരും അത് ഓർക്കണ്ട, നമ്മുടെ ശ്രദ്ധയിലേക്ക് വരേണ്ടതല്ല. പക്ഷെ ആ ബീഡിയെ പോലും, അതാണ് ഞാൻ പറഞ്ഞത്, സർക്കസ് കലാകാരന്മാർ അങ്ങനെ നമ്മുടെ സമൂഹത്തെ വളരെ 1 by 1 കണ്ടു, അതിനുവേണ്ടി പദ്ധതികൾ തയ്യാറാക്കി. അതിനെ ആ അർത്ഥത്തിൽ കാണാൻ നമുക്ക് കഴിയണം. പിന്നെ ഇതെല്ലാം സ്വപ്നങ്ങൾ മാത്രമല്ല, യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള തുടർ പ്രവർത്തനങ്ങൾ ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകും. അത് പിന്നെ ഒരു കാര്യം കൂടെ കൃത്യമായി പറഞ്ഞു, അപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ലാഭത്തിലാക്കണം, അതിനുവേണ്ടി പൈസ കൊടുക്കും. പക്ഷെ അവരുടെ പ്രോജക്റ്റ് റിപ്പോർട്ട് വെറുതെ പൈസ അങ്ങ് തരികയല്ല, അത് കൺവിൻസ് ചെയ്യിക്കുക എന്നുള്ളത് ആ മാനേജ്മെന്റിന്റെ നിലവിലുള്ള മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്വമാണ്. എങ്കിൽ മാത്രമേ നൽകത്തോളെന്നും കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് കിഫ്ബിയെ പിന്നെ വളരെ എല്ലാവരും ഈ ചർച്ച ചെയ്യുമ്പോൾ എന്തിനാ കിഫ്ബി മാത്രം പറയുന്ന, അത് ഇറ്റ്സ് എ പാർട്ട് അല്ലേ, ഈ ബഡ്ജറ്റിന്റെ ഒരു പാർട്ട് മാത്രമല്ല ഒന്നുള്ളൂ സാറേ. അതിനെ എടുത്തിട്ട് എല്ലാം ഹൈലൈറ്റ് ചെയ്ത് കിഫ്ബി എന്ന് പറഞ്ഞ് മാത്രമാണ് പറയുന്നത്. ഇവിടെ നമ്മുടെ പിന്നെ ഇപ്പോൾ 1,19,000 രൂപ വരവ് പ്രതീക്ഷിക്കുന്ന ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നു. അതിൽ കിഫ്ബിക്ക് വേണ്ടി പറഞ്ഞിട്ടുള്ളത് 25,000 കോടി രൂപ പ്രതീക്ഷിക്കുന്ന. അതിൽ തന്നെ മന്ത്രി പ്രസംഗത്തിൽ പറഞ്ഞത് 12,000 കോടി രൂപ ഈ പ്രവാസി ചിട്ടി വഴി ലഭിക്കുമെന്നുള്ളതാണ് അല്ലേ. ഞാൻ പറഞ്ഞ അത്രേ ഉള്ളൂ. അതിനെ അങ്ങ് ഹൈലൈറ്റ് ചെയ്ത് കിഫ്ബി എന്നും പറഞ്ഞ് പോകേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ ഇപ്പോൾ റേഷൻ സബ്സിഡി കൊടുത്ത കിഫ്ബിയിലാണോ? ഈ ഭിന്നശേഷിക്കാർക്ക് പിന്നെ ബഡ് സ്കൂൾ ഉൾപ്പെടെ പാർക്ക് ഉൾപ്പെടെ തുടങ്ങാൻ കിഫ്ബിയിലാണോ? പിന്നെ അതുപോലെ പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വിഹിതം കൊടുക്കുന്നത് കിഫ്ബിന്നാണോ? ശമ്പളം കൊടുക്കുന്ന കിഫ്ബിന്നാണോ? പെൻഷൻ കൊടുക്കുന്നത് കിഫ്ബിന്നാണോ? ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ മാത്രമാണ് കിഫ്ബി ഉപയോഗപ്പെടുത്തുന്നത്. വേറെ ഒരു മേഖലയിലേക്കും കിഫ്ബി ഇല്ല. വിദ്യാഭ്യാസ മേഖലയിൽ കുറച്ചുണ്ട്, ആരോഗ്യ മേഖലയിൽ കുറച്ചുണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ. അതല്ലാതെ ദൈനംദിന പ്രവർത്തനത്തിലോ അല്ലാതെ നമ്മുടെ പിന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിഫ്ബിന്നാണോ കൊടുക്കുന്നത്? അപ്പോൾ കിഫ്ബിയെ മാത്രം ഇങ്ങനെ അതൊരു പുതിയ ആശയം വന്നു എന്നുള്ളത് കൊണ്ട് അതിലേക്ക് മാത്രം ഹൈലൈറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതും ഒരു പദ്ധതിയാണ്. എന്തായാലും എത്രത്തോളം വന്നില്ലെങ്കിലും 1000 കോടി രൂപയെങ്കിലും വന്നല്ലോ അതിൽ. അതൊരു നല്ല തുടക്കമായി കാണാൻ കഴിയണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ശീതൾ കൂടി നമ്മോടൊപ്പം ചർച്ചയിൽ ചേരുന്നുണ്ട്. എങ്ങനെയാണ് പൊതുവിൽ ഈ ഒരു ബജറ്റ്, പക്ഷേ ഇതിനകം തന്നെ പല ഡീറ്റെയിൽസുകളും പുറത്തു വന്നിട്ടുണ്ടാകും, ബജറ്റ് ശ്രദ്ധിച്ചിട്ടുണ്ടാകും, എങ്ങനെയാണ് പൊതുവിൽ വിലയിരുത്തുന്നത്? വളരെ സന്തോഷമുണ്ട്. കാരണം കുറച്ചും കൂടിയും ഒരു സുരക്ഷ എന്നുള്ള നിലയ്ക്ക് സ്ത്രീകൾക്ക് വളരെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. സ്ത്രീകൾ അടക്കമുള്ള വിഭാഗങ്ങൾക്ക് അത്തരം പദ്ധതികൾ തയ്യാറാക്കാനായിട്ടുള്ള ഒരു വിഷയം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും. അപ്പം അതിൽ ട്രാൻസ്ജെൻഡേഴ്സിനെയും കൂടി ഉൾപ്പെടുത്തിയത് വളരെ സന്തോഷമുണ്ട്. കാരണം കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിൽ 10 കോടി രൂപ വകയിരുത്തിയെങ്കിലും അത് എത്രത്തോളം അത് ഉപയോഗപരമായി എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ബഡ്ജറ്റിലും അത്തരത്തിലുള്ള ഒരു നീക്കിയിരിപ്പ് നടത്തിയിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അത് പലപ്പോഴും ജില്ലാ തലത്തിലുള്ള മേധാവികൾ ഉദ്യോഗസ്ഥരും തന്നെ അത്തരത്തിലുള്ള ഒരു നിലപാടുകൾ എടുക്കുന്നില്ല. അതെങ്ങനെ ഉപയോഗിക്കണം, ആരിലേക്ക് അത് എത്തണം എന്നുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു നിലപാടുകൾ ഉണ്ടാകേണ്ടതുണ്ട് തന്നെയാണ്. കാരണം നമ്മൾ സ്ത്രീ സുരക്ഷ പറയുമ്പോൾ
പോലെ തന്നെ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെയും സുരക്ഷയുടെ ഒരു ഉൾപ്പെടൽ ഉണ്ടാവേണ്ടതുണ്ട്, വിദ്യാഭ്യാസത്തിലും ആരോഗ്യത്തിലും നിയമങ്ങളിലും ഒക്കെ തന്നെ. നമ്മൾ ഇന്ന് ഈ കാലഘട്ടത്തിൽ പലപ്പോഴും ഞാനിപ്പോൾ ഇവിടെ കണ്ട ഒരു കാര്യം, സ്ത്രീകൾ പ്രതിരോധ നടപടിക്ക് വേണ്ടി അവർക്ക് പ്രത്യേക ഒരു പാക്കേജ്, സ്വയം പരിശീലനത്തിന് വേണ്ടി. അപ്പം നമ്മളിപ്പോഴും പരിശീലനം കൊടുക്കുകയല്ലാതെ അതിനപ്പുറത്തേക്കുള്ളൊരു വഴി നമ്മൾ കണ്ടെത്തേണ്ട ഒരു ആവശ്യകതയാണ്. മറ്റൊന്ന് ഷെൽട്ടർ ഹോമുകൾ, അതായത് ഇങ്ങനെ ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന പെൺകുട്ടികളെ, അതായത് ഇത്തരം പീഡനങ്ങൾക്കിരയാവുന്ന പെൺകുട്ടികളെ പാർപ്പിക്കാനുള്ള ഇടങ്ങൾക്ക് പ്രത്യേക പദ്ധതി എന്നുള്ളത്, അല്ലാതെ അത്തരം പദ്ധതികൾ കുറച്ചു കൊണ്ടുവരാനായിട്ടാണ് നമുക്ക് ശ്രമിക്കാനുള്ളൊരു നിലപാടുകൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഇപ്പോൾ ജെൻഡർ പാക്കേജ് ആണെന്നുള്ളൊരു, അല്ലെങ്കിൽ ജെൻഡർ ബഡ്ജറ്റ് ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടി അത് എത്രത്തോളം ജെൻഡർ പാക്കേജ് ആണെന്നുള്ളതും കൂടി നമ്മൾ പരിശോധിക്കണം. കാരണം നമ്മൾ ഇപ്പോഴും ഇപ്പോൾ ഒരു ശുചിമുറികളുടെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ടോയ്ലറ്റുകളുടെ കാര്യം എടുക്കാൻ തന്നെയാണെങ്കിൽ നമ്മൾ സാധാരണ ഇത് ധാരാളം പണിതുകൊണ്ടിരിക്കുന്നതല്ലാതെ അതിന് ഉപയോഗശൂന്യമായിട്ടാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ഇപ്പോൾ ഞാൻ തന്നെ യാത്ര ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്കൊന്ന് തിരുവനന്തപുരം മുതലൊന്ന് തൃശ്ശൂർ വരെ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി ഒരു ശുചിമുറി ഉപയോഗിക്കാൻ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ, പുരുഷന്മാർക്ക് പലപ്പോഴും അത് സ്വീകാര്യമായിരിക്കും, അത്രത്തോളം ഹൈജീനിക് ആയിരിക്കാം. പക്ഷേ പലപ്പോഴും സ്ത്രീകളുടെ ശുചിമുറികൾ ഒരു 6 മണി കഴിഞ്ഞാൽ ക്ലോസ് ആവുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ അത് ഹൈജീനിക് അല്ലാത്ത അവസ്ഥ, പലപ്പോഴും പ്രവർത്തന യോഗ്യമല്ല. നമ്മൾ പുതിയത് പണിയാതെ ഒരു ജെൻഡർ ടോയ്ലറ്റുകൾ എന്നുള്ളൊരു പരിധിയിലേക്ക് നമുക്ക് വരാൻ സാധിക്കുന്നില്ല. കാരണം നമ്മൾ ട്രെയിനിൽ ജെൻഡർ ടോയ്ലറ്റുകളായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ നമുക്ക് ഇത്തരം കാര്യങ്ങൾക്ക് ഒരു ജെൻഡർ ടോയ്ലറ്റ്, ജെൻഡർ പദ്ധതി, ജെൻഡർ വിദ്യാഭ്യാസം എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യകതയുണ്ട്. അവിടെയാണ് സ്ത്രീകൾ എത്രത്തോളം താഴേക്കിടയിലേക്ക് തഴയപ്പെടുന്നുവോ അവിടെ ട്രാൻസ്ജെൻഡേഴ്സ് അതിലപ്പുറത്തേക്ക് തഴയപ്പെടുന്നുണ്ട് എന്നുള്ളത് തന്നെ. കാരണം നമ്മൾ സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ചുള്ള സംസാരങ്ങൾ ചരിത്രാതീത കാലം മുതൽക്കേ ഉണ്ട്. പക്ഷേ ട്രാൻസ്ജെൻഡറുകൾ ഇപ്പോഴും കുറച്ച് നാളുകളായിട്ടുള്ളൂ. അതെ അതെ, അവരുടെ ആ ഒരു അവകാശ പോരാട്ടങ്ങൾ വളരെ നാളുകളായിരിക്കുന്നു. പക്ഷെ ഇന്നും അവർ പൂർവാധിക്യം, അവരുടെ എല്ലാതരം അവകാശങ്ങളും അവർക്ക് ഇപ്പോഴും നിലവിലായിട്ടില്ല. പക്ഷെ പലതും ചോദിച്ചു വാങ്ങേണ്ടിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അവിടെയാണ് ട്രാൻസ്ജെൻഡേഴ്സും അവരുടെ അവകാശങ്ങളെ കുറിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈവൻ എനിക്കൊരു ഐഡന്റിറ്റി കാർഡ് പോലും പല സ്ഥലങ്ങളിൽ പോയി കിട്ടാൻ ഒരു ബുദ്ധിമുട്ടാണ്. കാരണം എന്നെപ്പോലെ സംസാരിക്കാൻ കഴിയുന്ന ഒരു ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള എനിക്ക് ചിലപ്പോൾ അത് പെട്ടെന്ന് തന്നെ കിട്ടും. പക്ഷെ എനിക്ക് പോലും ലഭ്യമായിട്ടില്ല ഇപ്പോൾ പോലും. പല തടസ്സങ്ങളാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഈ 10 കോടി രൂപയിൽ നിന്ന് വെറും 1 ലക്ഷമോ 2 ലക്ഷമോ രൂപ ചെലവഴിച്ചാൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ പലപ്പോഴും അത്തരം രീതിയിലേക്കുള്ളൊരു നടപടികൾ മുന്നോട്ട് പോകുന്നില്ല എന്ന് തന്നെയാണ്. കാരണം വിദ്യാഭ്യാസത്തിൽ പോലും നിയമത്തിൽ പോലും ഇത്തരം വിഭാഗത്തിനെ ഒരു വേറെ രീതിയിലേക്കാണ് ഇപ്പോഴും കണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ബഡ്ജറ്റ് ഒരു ആശംസ അല്ലെങ്കിൽ ഒരു ആശാവഹമാണെന്ന് തന്നെ പറയാം. ഇപ്പോൾ നേരത്തെ നടന്ന ഒരു ചർച്ചയിൽ തന്നെ അദ്ദേഹം സൂചിപ്പിച്ചത് വേണ്ട രീതിയിൽ പരിഗണിക്കാം, നിങ്ങളുമായി ഒരു ചർച്ച ഞങ്ങൾ പ്രത്യേകമായിട്ട് വെക്കുന്നുണ്ടെന്നുള്ളത് വളരെ ആകാംക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. കാരണം മറ്റൊരു സ്റ്റേറ്റിലും ഇല്ലാത്തൊരു എംപവർ ആണ് ഇടതുപക്ഷ സർക്കാരിൻ്റെ ഈ ബഡ്ജറ്റിൽ ട്രാൻസ്ജെൻഡേഴ്സിനായിട്ട് ഉണ്ടായിട്ടുള്ളതെന്ന് എനിക്കൊരു അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് അതൊരു സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. കാരണം ഇന്ത്യയിലെ മറ്റൊരു സ്റ്റേറ്റുകളിലും ഇത്രയും ഒരു പ്രയോറിറ്റി കൊടുത്ത് ട്രാൻസിനും ജെൻഡർ വിഭാഗത്തിനും ഒരു പ്രയോറിറ്റി കൊടുത്തിട്ടുള്ളൊരു ബഡ്ജറ്റ് ഞാൻ കണ്ടിട്ടില്ലെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്.